Good evening. Happy New Year 2022. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരവും അതുപോലെ തന്നെ വലിയ സക്സസിലേക്ക് പോകാനുള്ള ഒരു ജേണി ആവട്ടെ ഇന്നത്തെ തുടക്കം. സ്കൈ ടോക്കിന്റെ ഈ ഒരു ആദ്യമായിട്ടാണ് ഒരു 365 അല്ലെങ്കിൽ ഒരു 1 ഇയർ കോഴ്സ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല് 4 പ്രധാനപ്പെട്ട ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സൊല്യൂഷൻ ഉള്ളത് അതും എന്താണ് സന്ദീപ്? കമ്മ്യൂണിക്കേഷൻ. അപ്പോ നമ്മൾ ഏറ്റവും നമ്മുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ളത്, ജീവിതത്തിലെ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ എല്ലാ സക്സസിന്റെയും പുറകിലുള്ള ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു പുസ്തകത്തിലെയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളൊന്നുമല്ല. എൻ്റെ ലൈഫില് ഞാൻ സക്സസ് ആയ വഴികൾ, കഴിഞ്ഞ 32 വർഷത്തെ എൻ്റെ അനുഭവ പാഠങ്ങൾ, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അറിയാത്ത ഇന്ന് ഞാൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഞാൻ എടുത്തത് എങ്ങനെയെന്നാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മൾ കൈ പോകുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മുടെ സ്വഭാവ രൂപീകരണം, ഏതൊക്കെ തരത്തിൽ നമ്മൾ ഇരിക്കുന്നത്, നിൽക്കുന്നത്, നടക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെരുമാറ്റം, അതോടൊപ്പം തന്നെ ഒരു നേരം വെളുത്ത് സുപ്രഭാതം മുതൽ നമ്മൾ ബെഡിലേക്ക് കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ലൈഫിലെ ആ ജേണിയിൽ, ആ ലൈഫിന്റെ ഓരോ മൊമെന്റിലും നമ്മുടെ ബിഹേവിയർ എങ്ങനെ പരിമിതപ്പെടുത്തണം എന്നതും നമ്മൾ ഇൻ ഡെപ്തിൽ പഠിക്കും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് സ്കിൽ. എന്തൊക്കെയാണ് ഒരു ലീഡർ ക്വാളിറ്റീസ്? എന്താണ് ലീഡർ? ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അവരുടെ മാറ്റിമറിക്കുന്ന, നമ്മളും അവരെയും മാറ്റിമറിക്കുന്ന ഒന്നാണ് ലീഡർഷിപ്പ്. ആണോ അല്ലേ? അതും നമ്മൾ ലീഡർഷിപ്പിന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു ലീഡർക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു നല്ല ലീഡർ ആവാൻ പറ്റും, അത് നമ്മൾ പഠിക്കും. നാലാമത്തെ ഒരു ഏരിയയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇത് നമ്മൾ കൊച്ചു കുട്ടികൾ വരെ, മുതിർന്നവർ വരെ, വലിയ വലിയ ബിസിനസ്സുകാർ വരെ പ്രോബ്ലത്തിന്റെ മുന്നിൽ അന്താളിച്ച് നിൽക്കുന്നു. സൊല്യൂഷൻ കാണാതെ വഴിമാറിപ്പോകുന്നു. ലൈഫ് അവസാനിച്ചു എന്ന് വിചാരിച്ച് ചിലർ അവസാനിപ്പിക്കുന്നു. സന്ദീപേ, നമ്മൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്, നമ്മൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുന്ന ഇൻ ഡെപ്തിലും നമ്മൾ പഠിക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ, സക്സസ് ആഗ്രഹിക്കുന്നെങ്കിൽ, ലൈഫിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പോരാ. എന്ത് വേണം? ഇംപ്ലിമെന്റ് വേണ്ടേ? ആ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഏറ്റവും നല്ലൊരു വേർഷൻ, നമുക്ക് ബെസ്റ്റ് വേർഷൻ, ഇപ്പോഴും നമ്മളായിട്ടില്ല, ഏറ്റവും നല്ല ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ കഴിയും. ക്ലിയർ ആണോ? ഓക്കെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തൊരു വിഷയത്തെയും നമ്മൾ ആ ഒരു പ്രശ്നമായി കാണുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മറികടക്കുകയും അതോടൊപ്പം തന്നെ
ഏതൊരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പെടുന്നത് കഴിയുമെങ്കിൽ അത് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ ഒരു അരമണിക്കൂർ അധികം ഇരുന്നു കൊണ്ട് ആഴ്ചയിൽ 5 ദിവസം 4 ദിവസം എല്ലാ ദിവസവും നമ്മൾ 8 മണി മുതൽ 8:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫായിരിക്കും. ഫ്രൈഡേ നമ്മൾ റിവിഷൻ ആയിരിക്കും. നമ്മൾ ഈ 4 ദിവസം പഠിച്ചതിന്റെ റിവിഷൻ. ഓക്കെ ആണോ? വെരി ഗുഡ്. നമ്മൾ ആദ്യം ഇന്ന് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ടൈം മാനേജ്മെന്റ്. എന്താണ് ടൈം മാനേജ്മെന്റ്? ഇപ്പോ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, കുറച്ച് രൂപ കടം ചോദിക്കാണ്. വിചാരിച്ചു എനിക്കൊരു 1000 രൂപ വേണോ, അല്ലെങ്കിൽ 1000 റിയാലോ ദിർഹമോ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് കൊടുക്കും. കാരണം എനിക്കറിയാം എൻ്റെ പേഴ്സിൽ എത്ര പണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ എത്ര ഉണ്ട് എന്ന് എനിക്കറിയാൻ പറ്റും. എന്നാൽ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് 1 മണിക്കൂർ ഇബ്രാഹിം സാറിന്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് വേണമെന്ന് ഒരാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ പ്രയാസമാണ്. എന്താ കാരണം എന്നറിയോ? എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ഇതിൻ്റെ സ്വത്തുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ കഴിയും. പക്ഷേ എനിക്കറിയില്ല ഇനി എൻ്റെ കയ്യിൽ എത്ര സമയമുണ്ട് എന്നുള്ളത്. അറിയോ നമുക്ക്? ഇനി നമുക്ക് ബാക്കി എത്ര സമയമുണ്ട് നമുക്കറിയോ? അടുത്ത നിമിഷത്തെ കുറിച്ച് നമുക്കറിയോ? ആർക്കെങ്കിലും അറിയോ? ഇല്ല. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട തീരുമാനം. ഫസ്റ്റ് സ്റ്റെപ്പാണ്. എങ്ങനെ? സമയം. നമ്മൾ പലപ്പോഴും പല ടൈം മാനേജ്മെന്റും അതേപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ ഇപ്പോ തീരുമാനമെടുക്കണം, നമ്മുടെ വിലപ്പെട്ട സമയം ഒരിക്കലും പാഴായി പോവില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അതൊക്കെ നമുക്കറിയാം, എങ്ങനെ അതിനുള്ള വഴി എന്താണ് എന്നുള്ളതാണ്. നമ്മൾ നേരം വെളുത്ത് എണീറ്റ ഉടനെ തന്നെ നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ കുളിക്കുന്നു, ഓഫീസിൽ പോകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അവിടെ എത്തുന്നു, അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ ഇതാക്കുന്നു, വേറെ എവിടെയെങ്കിലും പോകുന്നു, നമ്മൾ പിന്നെ യൂട്യൂബ് കാണുന്നു, അതേപോലെ തന്നെ ഫേസ്ബുക്ക് അത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, രാത്രിയാവുന്നു, വീണ്ടും കാണുന്നു. അങ്ങനെ ദിവസങ്ങൾ മാറി മാറി ഈ തലയ്ക്കകത്ത് 100,000 കാര്യങ്ങൾ. എന്നിട്ടോ എവിടെയും എത്തുന്നില്ല, ഒക്കെ ഡിസോർഡറിലാണ്, ഒരു കാര്യം അപ്ഡേറ്റ് ആയിട്ടില്ല, ടെൻഷനാണ്. ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സമയമില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിൽക്കാൻ സമയമില്ല. ഓഫീസിൽ ഒരുപാട് വർക്ക് ഉണ്ട്, അതൊക്കെ ടേബിളിന്റെ മുകളിൽ അങ്ങനെ തന്നെ കിടക്കാണ്. കുറെ ക്ലയൻസിനെ കാണുന്നുണ്ട്, ടാർഗറ്റ് ഇതാക്കാൻ എത്തിയിട്ടില്ല, പിന്നെ ബോസ് പറഞ്ഞ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ 100,000 കാര്യങ്ങൾ. ഫാമിലിയില് സമയം കൊടുക്കാൻ നമുക്ക് കിട്ടുന്നില്ല. ഒരുപാട് കാര്യങ്ങളുടെ കൂമ്പാരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സമയവും എവിടെ പോകുന്നു എന്നറിയുന്നില്ല. ശരിയാണോ? ശരിയാണോ? അതെ. ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്ത് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. യൂസഫ് അലി സാഹിബിന് 24 മണിക്കൂറുള്ളൂ, ഇബ്രാഹിമിന് 24 ഉള്ളൂ, പ്രിയക്ക്, സന്ദീപിന്, ഇവർക്കൊക്കെ ആകെ 24 മണിക്കൂറുള്ളൂ. ആർക്കെങ്കിലും 25 മണിക്കൂറുണ്ടോ? പക്ഷെ ഇവിടെ വിജയിക്കുന്നത് അവർ ഫലപ്രദമായി അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡിയാണോ? കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തതായിരിക്കും. പുതിയൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മളൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യണം. എങ്ങനെ? ഒന്ന് ഇവിടെ തൊട്ടിട്ട് പിന്നെ ബ്രെയിനിന് നമ്മളൊരു സിഗ്നൽ കൊടുക്കണം. ആ സിഗ്നൽ ഞാൻ സാധാരണ കൊടുക്കൽ എങ്ങനെ വെച്ചാൽ, ഒന്നിങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കും. കൈ ഇങ്ങനെ കാണിച്ച്, കൈ ഇങ്ങനെ കൊട്ടണ്ട, ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ? ഇതൊന്ന് കൊട്ടി നമ്മളെ ബ്രെയിനിനെ ഒന്ന് ഇവിടെ ലെഫ്റ്റ് ഇവിടെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് അപ്രിഷിയേറ്റ് ഈ ഒരു കാര്യം നമ്മൾ പഠിക്കും.
അപ്പൊ നമ്മൾ എപ്പോഴും നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം, ഒന്ന് കൈയടിക്കണം, എന്നിട്ട് ബ്രെയിനിനെ ഒന്ന് ക്ലിയർ ആണോ? അതെ. അപ്പോ സമയം നമുക്ക് ഒന്ന് ക്രമപ്പെടുത്താം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവില്ല? 4 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, അത് നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതുമായിരിക്കും. എങ്ങനെ? വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, പെട്ടെന്ന് ചെയ്യേണ്ടത്. രണ്ടാമത് ഉള്ള ഇമ്പോർട്ടന്റ് ആയിരിക്കും, പക്ഷെ അത് അർജന്റ് ഉണ്ടാവില്ല. എങ്ങനെ? ഇമ്പോർട്ടന്റ് ആയിരിക്കും, പക്ഷെ അത് അർജന്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ എങ്ങനെ വെച്ചാൽ അത് ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ല. അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് 2 ടൈപ്പ് ഉണ്ടാവും. പിന്നെ ഉള്ളത് നോട്ട് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അർജന്റ് ആയിരിക്കും. ഓക്കെ, ഇത് പറയുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് നാളെ ദുബായിലേക്ക് പോകണം. ഞാൻ ഇപ്പൊ സൗദിയിലുള്ളത്. ഓക്കെ, എനിക്ക് നാളെ ദുബായിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ വേണം? എനിക്ക് നാളത്തെ ഒരു ടാസ്ക് ആണത്. ഓക്കെ, നമുക്ക് കുറെ ടാസ്ക് ഉണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെ ടാസ്ക് വിശകലനം ചെയ്യണം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യണം. ടൈം നമ്മൾ ഓർഡർ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ ഒരു സെറ്റിലേക്ക് കൊണ്ടുവരണം. അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതിന്റെ ഒരു സിമ്പിൾ മെത്തേഡ് വെച്ചാൽ നമ്മൾ അതൊന്ന് ഓർഡർ ആക്കണം. നമുക്ക് 100,000 കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ഓർഡർ ആക്കണം. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ നാളെ അല്ലെങ്കിൽ എൻ്റെ ഒരു നാളത്തെ ഒരു ടാസ്കിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മറ്റന്നാളാണെങ്കിൽ ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. ഈ ദുബായിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ എനിക്ക് എന്തൊക്കെ ചെയ്യണം? ദുബായിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുള്ളത്? പിന്നെ എനിക്ക് വിസ എടുക്കണം, ടിക്കറ്റ് എടുക്കണം, റൂം എടുക്കണം. അതേപോലെ തന്നെ എനിക്ക് ദുബായിൽ പോകുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണണം. അതേപോലെ തന്നെ എൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ശരിയല്ലേ? ഇവിടെ നമ്മൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ? ഇപ്പൊ ഞാൻ നാളെ ദുബായിലേക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യത്തെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദുബായിലേക്ക് പോകാനുള്ള വിസ എടുക്കൽ. ക്ലിയർ ആണോ? ഇല്ലാതെ എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. അതാണ് വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് അർജന്റും ആണ്. എനിക്ക് ആദ്യം തന്നെ വിസ എടുക്കണം. വിസ എടുക്കാതെ എനിക്ക് വേറെ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ഞാൻ തന്നെ വേണം, വേറെ ആരും അത് ഏൽപ്പിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് തിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് വിസ എടുക്കലാണ്. വിസ എടുക്കാതെ നമ്മൾക്ക് അവിടെ പോയിട്ട് ഒരു കാര്യം നടക്കൂല. അപ്പൊ ഇതിനെ പറയുന്നതാണ് ഇമ്പോർട്ടന്റും ആണ് അർജന്റും ആണ്. ക്ലിയർ ആയോ? ഇത് നമ്മൾ തന്നെ ചെയ്യണം. ഇത് ആദ്യം ചെയ്യണം. രണ്ടാമത്തേതാണ് എന്ത്? എനിക്ക് ടിക്കറ്റ് എടുക്കണം. അവിടേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് നോട്ട് അർജന്റ്. നമുക്കത് ടിക്കറ്റ് എടുക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ടിക്കറ്റ് എടുക്കാൻ നമുക്ക് പോകാൻ കഴിയില്ല, പക്ഷെ അത് ഇപ്പൊ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ നമുക്ക് വിസ കിട്ടിയതിന് ശേഷം നമുക്ക് എടുത്താൽ മതി. എന്ത്? ടിക്കറ്റ് ആൻഡ് ഹോട്ടൽ. അല്ലെ, ടിക്കറ്റ് കൂട്ടിക്കോളൂ. ഒന്നാമത് വിസ എടുത്തു. അത് അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തെ നിങ്ങൾ എഴുതി വെക്കണം, ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റും അർജന്റും. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് ആണ് ബട്ട് നോട്ട് അർജന്റ്. അതാണ് രണ്ടാമത്തെ കോളം. മൂന്നാമത്തെ എന്താണ്? നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്. നാലാമത്തത് നോട്ട് ഇമ്പോർട്ടന്റ് പക്ഷേ അർജന്റ് ആണ്. ഈ 4 നിങ്ങൾ എഴുതി വെക്കണ്ടേ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു. നമ്മളൊരു യാത്ര പോകുമ്പോൾ അവിടേക്കുള്ള ഈ വിസ എടുക്കല്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് തന്നെ ചെയ്യണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം, അത് വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ അത് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ്. ഇതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നോട്ട് അർജന്റ്. അതാണ് എന്ത്? ടിക്കറ്റ് എടുക്കൽ. ക്ലിയർ ആയോ? മൂന്നാമത്തെ കാര്യം നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്. അവിടെ പോകുമ്പോ എനിക്കിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം. ആ ഫ്രണ്ടിനെ കാണൽ എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജന്റും ആണ്. അത് നമുക്ക് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടാൽ മതി. അത് നമുക്ക് അവിടെ എത്തിയതിനു ശേഷം ലേറ്റർ ചെയ്താൽ മതി. മറ്റൊന്നാണ് നോട്ട് ഇമ്പോർട്ടന്റ് ബട്ട് അർജന്റ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡേഷൻ, നമുക്കത് അർജന്റ് അല്ല, നമുക്കൊരു നോട്ട് ഇമ്പോർട്ടന്റ്, അതായത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് ഇനിവേ അത് അർജന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് അവിടെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക എന്തെങ്കിലും ചെയ്യാം, പക്ഷെ എന്നാലും അത് അർജന്റ് ആയിട്ട് നമുക്ക് വേണം. അതാണ് നോട്ട് ഇമ്പോർട്ടന്റ് അർജന്റ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കേസ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ റൂം എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് ഒരു നാക്കാൾ പോകും, പക്ഷെ അത് ഇമ്പോർട്ടന്റോ അല്ലെങ്കിൽ അർജന്റോ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു സമയത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അത് കുറെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറെ ആളുകളെ മറ്റൊരാളെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ നോക്കി എത്തുമ്പോഴേക്ക് നമുക്കതിനെ ആ സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഓരോ കാര്യവും നമ്മൾ ഇത് ഏറ്റെടുത്ത് ആ കാര്യത്തെ നമ്മൾ വിശകലനം ചെയ്യുകയും അതിൻ്റെ പ്രയോറിറ്റിയിലൂടെ മാറ്റിയാൽ മാത്രമേ നമുക്ക് സമയത്തെ ക്രമീകരിക്കാൻ കഴിയുള്ളൂ. ഇത് ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോ ആദ്യം നമ്മൾ സമയത്തെ ക്രമീകരിക്കണം. നമ്മുടെ വിലപ്പെട്ട സമയത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഉപകാരപ്രദമാവുന്ന കാര്യത്തിലേക്കുള്ള ഒരു പ്രയോറിറ്റി മെട്രിക്സ് ഇന്നു മുതൽ നിങ്ങൾ എഴുതി വെക്കണം. നമ്മൾ എല്ലാ കാര്യം ചെയ്യരുത്. അപ്പൊ ചോദിക്കും, സാർ അതിനിപ്പോ ആരെ ഏൽപ്പിക്കാൻ പറ്റുക? നമ്മൾ തന്നെ എത്തിയാലല്ലേ സാറേ നടക്കുള്ളൂ. അങ്ങനെയല്ല. നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ വീട്ടില് ക്ലീനിങ്ങിന്റെ ഇതുണ്ട്. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് അപ്പൊ അതിനുള്ള ഒരു 39 റിയാലോ അല്ലെങ്കിൽ 69 റിയാലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് വന്നിട്ട് അവര് ആ കമ്പനീന്റെ ആൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് പോകും. ഇത് നമ്മൾ ഈ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമ്മളെ ഉള്ള സമയം മുഴുവൻ ഈ ഒരു 40 റിയാലോ അല്ലെങ്കിൽ 50 റിയാലോ വിചാരിച്ചിട്ട് നമ്മളൊക്കെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ഈ ഒരു 50 രൂപയ്ക്കോ അതൊക്കെ സാറേ ഇത്ര കുറഞ്ഞ സാലറിക്ക് നമുക്കിത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു ഇതല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു 2 മണിക്കൂർ നമ്മൾ ചെലവഴിച്ച് ടയേർഡായി ചെലവഴിക്കുന്നതിന് പകരം ഒരു 50 രൂപ അല്ലെങ്കിൽ 30 രൂപ ചെലവഴിച്ച്, ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, അതിനെ ഒരാൾ ഡെലിഗേറ്റ് ചെയ്ത് നമ്മളെ വീട് വൃത്തിയാവുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലെ പ്രൊഡക്റ്റീവ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. ഇത് വേറൊരാൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ കാര്യം നടക്കുകയും മറ്റു സമയം നമുക്ക് ലാഭിക്കുകയും ചെയ്തൂടെ? ഇന്ന് നമുക്ക് അതിന്റെ അവസരങ്ങളില്ല. പണ്ടൊക്കെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പൊ സൗദിയിലൊക്കെ ഉണ്ട്, നാട്ടിലും ഉണ്ട് ഇപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരാളുകൾ. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് എന്റെ ചോദ്യം ഇതാണ്, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ ഡെലിഗേറ്റ് ചെയ്ത് നമ്മുടെ സമയം ലാഭിക്കണം. അതോടൊപ്പം തന്നെ നമ്മളെ പ്രയോറിറ്റി മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ
ജോലിയും ഓരോ ടാസ്കും മാറ്റി അത് നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അർജന്റോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റോ ആണെങ്കിൽ അത് ഉടനെ നമ്മൾ ചെയ്യാം. ബാക്കിയുള്ളത് അതിന്റെ പ്രയോറിറ്റിയിലേക്ക് മാറ്റണം. എങ്കിലേ ഇതാണ് എല്ലാ സക്സസ് ആയ ആളുകളും ചെയ്യുന്നത്. ഇതിന് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. എം എ യൂസഫ് അലി സാഹിബ് ഇത്രയും സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ആ സ്ക്രീനിൽ നോക്കുള്ളൂ. എല്ലാ ഷോപ്പിലെയും ആ സിസ്റ്റം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് ഒരാൾക്ക് നോക്കാൻ കഴിയുമോ? അതിനുള്ള സിസ്റ്റം അയാൾ ഇതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകളെ ഓരോ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. അതും ജസ്റ്റ് മോണിറ്റർ ചെയ്യും. ആ A+B=C എന്ന് മാത്രം കാണുകയും ചെയ്യും. നമ്മളിപ്പോ അത്ര വലിയതിലേക്ക് പോവല്ല. നമ്മളെ ലൈഫിലുള്ള കാര്യങ്ങളിലേക്ക് പ്രയോറിറ്റി മെട്രിക്സ് ഉപയോഗിച്ച് സമയത്തെ മാറ്റിവെച്ച് സമയത്തെ ഉപയോഗപ്പെടുത്തുകയും സമയത്തിന്റെ ദൈർഘ്യത്തെ നമ്മൾ അനാവശ്യമായ ഇതിലേക്ക് പോകാതെ മാറ്റാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ടൈം വേസ്റ്റ് ആയി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ളത്, ഈ ഒരു ജേണി നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്തിൽ വിശകലനം ചെയ്തു പോവാണ്. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത്, ആ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആക്ഷൻ എടുക്കണം. ഇന്ന് തൊട്ടിട്ട് ഇന്ന് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം നമ്മളിന്ന് മനസ്സിലാക്കിയ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? സമയം എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ നമുക്ക് സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമ്മളെല്ലാ വർക്കുകളും പെൻഡിങ് ആണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഇപ്പോഴും പലപ്പോഴും ഡിസോർഡർ ആയി കിടക്കുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിന്റെ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് ഓരോ കാര്യങ്ങൾക്കും സമയത്തെ ക്രമപ്പെടുത്തി, നമ്മുടെ പ്രെയർ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് ഓഫീസിൽ പോകുന്നത്, ഇതൊക്കെ ഒരു മെഷറബിൾ ആണെങ്കിൽ നമുക്കതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. മെഷർ ചെയ്യാത്ത ഒരു കാര്യവും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് സാറേ രാവിലെ നീക്കുന്നു, പോകുന്നു, വരുന്നു, അതൊക്കെ എങ്ങനെ പറ്റുള്ളൂ സാറേ? അതൊക്കെ എഴുതി വെച്ചിട്ട് എന്താ സാറേ കിട്ടൂ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കായിരുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് പ്രിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ BP മെഷർ ചെയ്യാറുണ്ട് അല്ലെ? ബ്ലഡ് പ്രഷർ, BP നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഓരോ ദിവസവും എഴുതി വെക്കുമ്പോൾ അതിങ്ങനെ മെഷർ ചെയ്ത് പോകും. അതേപോലെ തന്നെ നമ്മളെ ഷുഗറിന്റെ അതും നമ്മൾ എഴുതി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും, നമ്മളിപ്പോ എക്സസൈസ് ഒന്നും എടുക്കണം, ഓരോ ദിവസം രാവിലെ നമ്മളെ വെയിറ്റ് ഇങ്ങനെ തൂക്കി വെക്കുകയാണെങ്കിൽ നമ്മളത് മെഷർ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കാനോ ഉള്ള സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഒരു തോട്ട് വരുമോ ഇല്ലേ? എന്ത് കാര്യങ്ങളും നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമുക്കറിയില്ല ഇനി എത്ര സമയം നമുക്കുണ്ട് എന്നുള്ളത്. ഒരു നിമിഷം പോലും നമുക്ക് ഇനി പാഴാക്കല്ല. 2024 നമ്മൾ അങ്ങോട്ട് എടുക്കാൻ പോവാണ്. റെഡിയല്ലേ? അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സക്സസ് ആയിട്ട് ഈ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങി നമ്മൾ അവസാനിക്കുമ്പോൾ ഒരുപാട് സക്സസ്സുകൾ നമ്മളെ ഈ കൈവെള്ളയിൽ ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പഠിക്കണം, ലീഡർഷിപ്പ് സ്കില്ല് നമുക്ക് പഠിക്കണം, നന്നായിട്ട് പെരുമാറാം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാനുള്ള എല്ലാ സ്കില്ലും പഠിക്കൽ മാത്രമല്ല, അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള യാത്രയുടെ ആദ്യത്തെ മിനിറ്റാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സ്റ്റെപ്പാണ് നമ്മുടെ സമയം, ഏറ്റവും വിലപ്പെട്ട സമയം. നമ്മളത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്രമീകരിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും അർജന്റുള്ള കാര്യം ആദ്യം നമ്മൾ ചെയ്ത് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്യുകയോ
അതല്ലെങ്കിൽ അതിനെ ആവശ്യമുള്ളത് മാത്രം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ള ദൗത്യത്തിന്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ കുറിക്കാൻ പോകുന്നത്. റെഡിയാണോ? എങ്കിൽ അതെ. നമ്മൾ ഇന്നത്തെ ഒരു വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇന്ന് 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ സമയം ഇന്ന് മുതൽ നമ്മൾ ഒരു നിമിഷം പോലും ആവശ്യമില്ലാത്ത ഒന്നിലും നമ്മൾ കളയുകയോ, അത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നമ്മുടെ ലൈഫിൽ, നമ്മളെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എങ്ങനെ നമുക്കത് പ്രയോജനപ്പെടുത്താം, ഏതൊക്കെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ആ സമയത്തെ നമുക്ക് നമ്മുടെ സക്സസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള തോട്ടിന്റെ ഒരു തരി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരികയാണ്. നിങ്ങൾ അത് ഏറ്റെടുക്കണം. റെഡിയാണോ? നമ്മൾ ഇനി തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ സക്സസ് ആവാൻ ഞാൻ ഒരു 32 വർഷം വരുമ്പോൾ ഏറ്റവും ഒന്നും അല്ലാതെ ഇനി ജീവിക്കണോ അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം. 21-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് എൻ്റെ ആ കുടുംബത്തിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ആ മുമ്പിൽ വളരെ ഡാർക്കായി കിടക്കരുത്. ആ കുടുംബത്തെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വന്ന് ഇവിടെ ഇറങ്ങി തുടങ്ങിയ അന്ന് ഒന്നും ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് 30 വർഷം ഇവിടെ പിന്നിടുമ്പോൾ എൻ്റെ സക്സസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഞാൻ എൻ്റെ റൂമിൽ വരുന്ന ഒരാളോട് പോലും ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഒരു അഹങ്കാരിയായിട്ട് വരും. ഇന്ന് എനിക്ക് ആയിരങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ എനിക്കൊരു മടിയില്ല. നിങ്ങൾ എൻ്റെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെ ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്നത്. ഒരാളോട് പെരുമാറേണ്ട രീതി, അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ്. ഞാൻ ഇന്ന് നോർക്കയുടെ മെമ്പറാണ്. അതേപോലെ തന്നെ ഇവിടെ ബിസിനസ് രംഗത്തും പല ആക്ടിവിറ്റീസിലൊക്കെ പല ലീഡർഷിപ്പും ഏറ്റെടുത്തു. അതിലേക്ക് എങ്ങനെ വന്നു? അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രോബ്ലംസ്. ഞാൻ ഇറാഖ് വാറുള്ള സമയത്താണ് ഞാനിവിടെ വന്നത്. അന്നും ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അന്ന് ഇവിടുന്ന് എല്ലാവരും പോവുകയാണ്, ഇനിയിപ്പോ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള. അവിടുന്ന് ഇപ്പൊ കോവിഡ്, അങ്ങനെ ഓരോന്നും കഴിഞ്ഞു പോകുമ്പോൾ ഓരോ പ്രോബ്ലം വന്നപ്പോൾ അതെങ്ങനെ അനലൈസ് ചെയ്ത്, അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്ത്, അതിനെങ്ങനെ റിയാക്ട് ചെയ്ത്, അതെങ്ങനെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആയി, അതെങ്ങനെ നമ്മൾ സക്സസിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാ രീതിയിലും എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പകർത്തുന്നത്. ഞാൻ എൻ്റെ കൂടെ വന്നാൽ, നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, സക്സസ് നിങ്ങൾക്കരികിൽ ഉണ്ട്. അതുകൊണ്ട് സമയത്തെ, ഇന്ന് നമ്മൾ പഠിച്ചത് സമയമാണ്. ഏറ്റവും വിലപ്പെട്ട, പണത്തെക്കാൾ ഏറ്റവും വാല്യുബിൾ ആയി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് സമയമാണ്. ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള യാത്ര. റെഡിയാണോ? റെഡിയാണ്. അപ്പൊ നാളെ കൃത്യം 8 മണിക്ക് ഓക്കെ. കാണാം. ഓക്കെ, താങ്ക് യു സർ.